ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ കേരളത്തിൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ മിലിറ്ററി ഗേഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരു മോഡലാണ് ഈ കാണുന്നത്, ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന മോഡലാണ്. മിലിറ്ററി ഗേഡ് സർട്ടിഫൈഡ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അറിയാം, പലരും കണ്ടിട്ടുണ്ടാവും മിലിറ്ററി ഗേഡ് സർട്ടിഫൈഡ് ഫോൺസ് ഒക്കെ. ഓയിൽ റിഫൈനറി റിഗിലൊക്കെ ഇപ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സൗദി അറേബ്യ, അല്ലെങ്കിൽ എന്താ പറയുക പോളണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതേപോലത്തെ ഫോൺസ് കണ്ടിട്ടുണ്ടാവും. ഈ ഓയിൽ റിഫൈനറി റിഗിൽ അങ്ങനെയൊക്കെ കമ്പനികൾ തന്നെ മേടിച്ച് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എംപ്ലോയീസിന് കൊടുക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലത്തെ ഫോൺസാണ് ഈ കാണുന്നത്. ഇത് മിലിറ്ററി ഗേഡ് സർട്ടിഫൈഡ് ആണ്, നോർമൽ ഫോൺ തന്നെ, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഹൈ ആണ്. IP68 69K മിലിറ്ററി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് ബംബിൾ ബീനെ ഇൻസ്പയർ ആക്കിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു മോഡലാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഏകദേശം 20ഓളം മോഡൽസ് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ പാക്ക് കാണിക്കുന്ന അത്രയും സ്റ്റൈലിഷ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓക്കിറ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഓക്കിറ്റൽ എന്ന് പറയുന്നത്. അവർക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ ഫോൺസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ്. ഈ ഫോൺ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കസ്റ്റമർ ബേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു വലിയൊരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഒക്കെ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തങ്ങ് വെച്ചിട്ട് ലോണൊക്കെ മുടക്കി ഒത്തിരി പൈസ മുടക്കി നമ്മൾ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിൽസ് നടന്നില്ലെങ്കിൽ നഷ്ടമായി പോകും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. നമുക്ക് അതല്ലാണ്ട് നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. 48GB RAM, 512GB സ്റ്റോറേജ്, മെമ്മറി കാർഡ് നമുക്ക് 2TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നോക്കണം 120Hz റിഫ്രഷ് റേറ്റ് വരുന്ന 7.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇൻസെൽ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 10,000 mAh ബാറ്ററി, അങ്ങനെ 2 ദിവസം 3 ദിവസം ചാർജ് ചെയ്യും. റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട്. ബിൽ ക്വാളിറ്റി നോക്കിയാൽ ഹൈ ആയിട്ടുള്ള ബിൽ ക്വാളിറ്റിയാണ്. 108 MP ക്യാമറ വരുന്നുണ്ട്. മിലിറ്ററി ഗേഡ് നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. ഇതുണ്ട് ബൈക്കിൽ ഇൻഫ്രാറെഡ് സെൻസർ ഓൺ ആയ 2 ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓൺ ആയതുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് രാത്രി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് രാത്രി നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എത്ര ഇരുട്ടാണെങ്കിലും നമുക്ക് CCTV കാണാൻ പറ്റും. അപ്പോൾ വാട്സാപ്പിൽ എല്ലാവരും മെസ്സേജ് അയക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഫാമിലി മാനുഫാക്ചർ മാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു. പിന്നെ അതല്ലാണ്ട് നമുക്ക് എല്ലാ രാജ്യത്തെ കസ്റ്റംസ് ഡ്യൂട്ടി ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഓരോ കൺട്രിയിൽ ഓരോ റേറ്റാണ് വരുന്നത്. വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.